സാറ് മുകളിലാണോ? അതെ, മുകളിലുണ്ട്. ബാലേന്ദ്രൻ വരണം. സാർ, ഇരിക്കൂ. ഒരു സ്മാൾ ആകാം അല്ലേ? പ്രമീലേ, ഇരിക്കൂ. ബാലചന്ദ്രൻ, അമ്മിണി അവളുടെ വീട്ടിലേക്ക് പോയല്ലേ? അതെ സാർ. എന്നെ വന്ന് കണ്ടിരുന്നു. ബാലചന്ദ്രനിൽ നിന്നും അവൾക്ക് വിവാഹമോചനം വേണമെന്ന്. ഈയിടെയായി അവൾക്ക് മാനസികമായ എന്തോ കുഴപ്പമുണ്ട്. വിവാഹമോചനം അമ്മിണിയേക്കാളേറെ ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, എനിക്ക് ബാലചന്ദ്രൻ, ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് നിങ്ങൾ പ്രമീളയെ കണ്ടിട്ടുണ്ടോ? നീ എന്റെ ഭാര്യയായി വരുന്നതിന് മുൻപ് ഇയാൾ അറിയുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. സാർ, വിവാഹത്തിന് മുൻപ് നിനക്കുണ്ടായിരുന്ന പ്രേമബന്ധങ്ങൾ ഒരു തെറ്റായ കുറ്റമായോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ബന്ധം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? പറയാതിരുന്നതല്ല നിങ്ങളുടെ തെറ്റ്. ആ രഹസ്യത്തിന്റെ മറവിൽ നിങ്ങൾ നിങ്ങളുടെ പ്രേമനാടകം തുടരുകയായിരുന്നു. എന്നെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്നു. ഒരു വിവാഹമോചനം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങളുടെ ഭാര്യ എത്തിച്ചേർന്നത് എങ്ങനെ? ബാലചന്ദ്രൻ അമ്മിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇവരുടെ മോചനമാണ്. രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നീ ഒപ്പിട്ട വിവാഹ കരാറിൽ സ്നേഹവും വിശ്വസ്തതയുമുള്ള ഒരു ഭാര്യയായിരിക്കും നീ പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്റെ അന്തസ്സിനൊത്ത് നീ മാറുമെന്നും വളരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതിജ്ഞയും പ്രതീക്ഷയും നീ ചവിട്ടിമതിച്ചു. കാമുകന്മാരിൽ നിന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിച്ച എന്റെ മനസ്സിനെയാണ് നീ തകർത്ത് കളഞ്ഞത്. നിന്നെ വിവാഹം ചെയ്ത തെറ്റ് ഒരു വിളിപ്പ് ഭാണ്ഡമായി ഞാൻ ചുമക്കുന്നു. ഇപ്പോ എന്നിൽ നിന്ന് നീയല്ല, നിന്നിൽ നിന്ന് ഞാനാണ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ വിവാഹമോചനത്തിനുള്ള പെറ്റീഷനാണ്. ഒപ്പിടൂ. എന്നോട് അതിന് മാത്രം പറയരുത്. ഞാൻ ഒരിക്കലും ഇനി ഒന്നും പറയണമെന്നില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഈ നിമിഷം മുതൽ എന്റെ ഭാര്യയുമല്ല. ഈ വീട്ടിൽ ഇത്രയും നാൾ എന്റെ ഭാര്യയായി കഴിഞ്ഞ എന്തെങ്കിലും അവകാശം വേണമെങ്കിൽ ചോദിക്കാം. ബാലചന്ദ്രൻ, നിങ്ങൾക്കിനി ഇവിടെ എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം. ദൂരേക്ക് ഒരു അതിരോട് സാർ. ഞാൻ തെറ്റുകാരനാണ്. പക്ഷേ പ്രമീള നിങ്ങളുടെ ഭാര്യയായതിനു ശേഷം മിസ്റ്റർ ബാലചന്ദ്രൻ, വേണ്ട. എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ വാദിക്കണ്ട. എന്റെ വിധിയും ശിക്ഷയും കഴിഞ്ഞു. ഞാനിപ്പോ സ്വതന്ത്രയാണ്. ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ്. നിങ്ങളുടെ വിശ്വസ്ത ഭാര്യയെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച നിമിഷം മുതൽ
എന്റെ ഭർത്താവിനല്ലാതെ ഒരു അന്യപുരുഷന് ഞാൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഒരു ഭർത്താവിന്റെ സഹവാസവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ അന്തസ്സിനൊത്ത ഒരു ഭാര്യയാകാൻ ഒരു സ്ത്രീയുടെ എല്ലാ സങ്കല്പങ്ങളും മോഹങ്ങളും ഞാൻ അടക്കി. നിങ്ങളുടെ ചിട്ടകൾക്ക് നിയമങ്ങൾക്ക് ഞാൻ വഴങ്ങി. എന്നിട്ട് ഒരു വളർത്തുനായുടെ സ്ഥാനം പോലും നിങ്ങൾ എനിക്ക് തന്നില്ല. എന്റെ വാക്കുകൾക്കും വിചാരങ്ങൾക്ക് പോലും നിയന്ത്രണമായിരുന്നു. എല്ലാം ഞാൻ സഹിച്ചു. ആ എന്നെ കൊണ്ടാണ് ഈ ഒപ്പിടിവെച്ചിരിക്കുന്നത്. ഞാൻ പരാതിപ്പെടുന്നില്ല. എല്ലാം ഞാൻ അർഹിക്കുന്നത്. ഈ ജീവിതം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. ഡോക്ടർ, വേറെ ശാന്തി വിളിക്കാം. കോൾ ഹിയർ. ഡോക്ടർ, Is it? yes. വിശ്വനാഥൻ ഹിയർ. ഏയ് വിശ്വം, കൺഗ്രാറ്റുലേഷൻസ്. താനൊരു തന്തയാകാൻ പോകുന്നടോ. മനസ്സിലായില്ലേ? തന്റെ ഭാര്യ പ്രമീള ഗർഭിണിയാണെന്ന്. ഗോപാല, ഗോപാല, ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ്. നിങ്ങളുടെ വിശ്വസ്ത ഭാര്യയെ ജീവിച്ചു കൊള്ളാമെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച നിമിഷം മുതൽ എന്റെ ഭർത്താവിനല്ലാതെ ഒരു അന്യപുരുഷന് ഞാൻ എന്റെ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടില്ല. വിശ്വം വരൂ. വിശ്വ, ഷീസ് അണ്ടർ തെരപ്പി.
ഗുഡ് മോർണിംഗ്. ക്ഷീണമൊക്കെ മാറിയോ? നല്ല ഉറക്കമായിരുന്നല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല ഡോക്ടർ. എന്നാ അറിയാനുള്ളത് പറയട്ടെ. പ്രമീള ഗർഭിണിയാണ്. ഇനി വീട്ടിൽ പോവാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. വരൂ ഡോക്ടർ. പ്രമീള കുഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പോകുന്നു. ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഉണ്ട്, നിന്റെ ഉദരത്തിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞ്, ആ കാര്യത്തിലെങ്കിലും ഉറപ്പുണ്ടല്ലോ. എനിക്കത് കേട്ടാ മതി. 8 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിനെ തരാതെ എന്റെ ആദ്യ ഭാര്യ മരിച്ചു. ജീവിതത്തിൽ ഒരച്ഛനാകാൻ സാധിക്കുമെന്ന സ്വപ്നം നിന്നെ വിവാഹം കഴിച്ചപ്പോഴും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയണേ ലോകത്തോട്, എന്റെ കുടുംബം നിലനിർത്താൻ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകരുത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ മതി. ഒരു ഭാര്യയായി ഈ വീട്ടിലേക്ക് വന്ന ഞാൻ ഒരമ്മയെ ഇവിടെ നിന്നും തിരിച്ചു പോകുന്നു. ഞാൻ സന്തോഷത്തോടെ പ്രസവിക്കും. എന്റെ ജീവനും സ്നേഹവും നൽകി എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇതാണ് ഈ ജീവിതത്തിൽ എനിക്ക് ബാക്കിയായി കിട്ടുന്നത്. അതെങ്കിലും അനുഭവിക്കാൻ എന്നെ അനുവദിക്കൂ. വരൂ പ്രമീള. എങ്ങോട്ട്? എന്റെ കൂടെ. ഞാൻ നഷ്ടപ്പെടുത്തിയ പ്രമീളയുടെ ജീവിതം തിരിച്ചു തരാൻ. വൈകിപ്പോയി മിസ്റ്റർ ബാലചന്ദ്രൻ. ഈ കൈ അന്ന് നീട്ടിയിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞത് അമ്മനോട് പോയി പറയൂ. നിങ്ങൾ നഷ്ടപ്പെടുത്തി അവളുടെ ജീവിതം തിരിച്ചു കൊടുക്കൂ.